പ്രിയപ്പെട്ടവരെ, അനുഗ്രഹത്തിൻ്റെ കൃപാവരം നമ്മളിലേക്ക് ദൈവം വർഷിക്കുന്ന പുലർകാല വിചിന്തനം. ഈ പുലർകാല വിചിന്തനത്തിൽ ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് പ്രഭാതമേൽപ്പിച്ചു കൊടുത്ത് ഹെർമോണിലെ മഞ്ഞുകണങ്ങൾ പോലെ ജീവിതത്തെ നൈർമല്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുവചന ഭാഗം നമുക്ക് കേൾക്കാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നൊരു വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ചാണ്. അത് മറ്റാരുമല്ല, വിശുദ്ധ യൗസേപ്പ് പിതാവിനെ കുറിച്ച്. ബൈബിൾ അധികമൊന്നും ആ ജീവിതത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടില്ല. ഒരു കുഞ്ഞു വാക്കിൽ ആ ജീവിതത്തിൻ്റെ നൈർമല്യത്തെ ഇങ്ങനെ ഒതുക്കി വച്ചിരിക്കുകയാണ്. നീതിമാനായിരുന്നു യൗസേപ്പ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തെ ഒരു ധ്യാനത്തിലൂടെ നമ്മൾ കടത്തിവിടുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് നീതിമാന്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത. അത് തിരുവചനം ഇപ്രകാരം നമ്മളോട് പറയുന്നുണ്ട്. നസറത്തിലെ ഒരു പെൺകുട്ടിയുമായി വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോഴാണ് അപ്രതീക്ഷിതമായൊരു വാർത്ത യൗസേപ്പിൻ്റെ കാതുകളിലേക്ക് വരുന്നത്. താനറിയാതെ തൻ്റെ കൂടെ സംഗമിക്കുന്നതിന് മുൻപ് ഈ പെൺകുട്ടി ഗർഭം ധരിച്ചിരിക്കുന്നു. ഇസ്രയേലിലെ കിരാത നിയമങ്ങൾ ആ പെൺകുട്ടിയുടെ പ്രാണനെടുക്കുമെന്ന് യൗസേപ്പിന് ഉറപ്പായിരുന്നു. പക്ഷേ താൻ സ്നേഹിക്കുകയും തൻ്റെ പ്രാണനിലേക്ക് ആവഹിക്കുവാൻ കാത്തിരിക്കുകയും ചെയ്തൊരു പെൺകുട്ടിയെ ഇസ്രയേലിൻ്റെ കിരാത നിയമങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാനൊക്കെ തീരുമാനിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ ആലോചന അർപ്പിച്ച് യൗസേപ്പ് ഇരിക്കുകയാണ്. ജീവിതം ഇത്രമാത്രം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു മനുഷ്യന് എങ്ങനെയാണ് കിടന്നുറങ്ങാനായിട്ട് പറ്റുക? കാരണം ഗാഢമായ നിദ്രയിലേക്ക് കൊണ്ടുപോകുന്നൊരു മനുഷ്യന് മാത്രമേ സ്വപ്നങ്ങൾ അയാളെ അനുധാവനം ചെയ്യുകയുള്ളൂ. യൗസേപ്പ് സ്വപ്നത്തിലേക്ക് വഴുതി വീഴുകയാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ജീവിതം ഇത്ര വലിയ പ്രശ്നവുമായിട്ട് മുമ്പിൽ വന്നിങ്ങനെ താണ്ഡവം ചവിട്ടി നിൽക്കുമ്പോൾ ഒരു മനുഷ്യന് എങ്ങനെയാണ് കിടന്നുറങ്ങാനായിട്ട് പറ്റുക? യൗസേപ്പ് പക്ഷേ കിടന്നുറങ്ങി. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് നീതിമാനെന്ന് പറയുന്ന വാക്കിനെ ഏറ്റവും അന്വർത്ഥമായിട്ട് നമുക്ക് വ്യാഖ്യാനിച്ചു നൽകുന്നത്. ഏതൊരുവനാണോ തൻ്റെ ജീവിതത്തിൻ്റെ ഉൾക്കടമായ പ്രശ്നങ്ങളുടെയും നൊമ്പരങ്ങളുടെയും നടുവിൽ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് നിന്നുകൊണ്ട്, ദൈവത്തിൽ അഗാധമായ വിശ്വാസം അർപ്പിച്ച് നിന്നുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിന്ന് കൂടിയാലോചന എടുക്കുവാനായിട്ട് പറ്റുന്ന ഏത് മനുഷ്യൻ ഈ ലോകത്തുണ്ടോ അവന് പറയുന്ന പേരാണ് നീതിമാൻ എന്ന് പറയുന്ന മനുഷ്യൻ. യൗസേപ്പ് നീതിമാനായിരുന്നു. അവൻ്റെ വിശ്വാസം ആഴമുള്ളതായിരുന്നു. വലിയ പ്രതിസന്ധിയുടെ നടുവിലൂടെ കടന്നു പോകുമ്പോഴും ദൈവത്തിങ്കിലേക്ക് മനസ്സർപ്പിക്കുന്നു. തൻ്റെ ജീവിതത്തിന് മുൻപിലേക്ക് ദൈവം കൂട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടി കർത്താവ് അറിയാതൊന്നും സംഭവിക്കില്ലെന്ന് തിരിച്ചറിയുന്നവൻ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് തീരുമാനമർപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുന്നു. ഇതിന് പറയുന്ന പേരാണ് പ്രിയപ്പെട്ടവരെ വിശ്വാസം. അത്ര തീവ്രമായ വിശ്വാസം ജീവിതത്തെ പുലർത്തിക്കൊണ്ടു പോകുന്നവൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ മാലാഖി ഇറങ്ങി വരണ്ട, ദൈവത്തിൻ്റെ അരുളപ്പാട് അടയാളമായിട്ട് ഇറങ്ങി വരണ്ട. സ്വപ്നത്തിൽ ദൈവം അവനോട് പറഞ്ഞു, യൗസേപ്പേ, നീ സ്വീകരിക്കുവാൻ പോകുന്ന പെൺകുട്ടി അത് ദൈവത്തിൻ്റെ കൃപപ്രകാരം ഗർഭം ധരിച്ചതാണ്. പ്രിയമുള്ളവരെ, ഇത് ജീവിതത്തിൽ പാലിക്കുവാൻ പറ്റുന്ന ഏതൊരു മനുഷ്യനും അവൻ നീതിമാൻ എന്ന പേരിൽ അറിയപ്പെടും. നിനക്ക് ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടോ? പ്രശ്നങ്ങളുണ്ടോ? കണ്ണുനീരുണ്ടോ? വ്യഥകളുണ്ടോ? നീ ദൈവത്തിൽ ശരണം പ്രാപിക്കുകയും എൻ്റെ ദൈവം എനിക്ക് അഹിതമായിട്ടുള്ളതൊന്നും നൽകുകയില്ലെന്നും എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അനുഗ്രഹം ഒരുക്കി വയ്ക്കുമെന്നും ജീവിതത്തിൽ വിശ്വസിച്ച് ദൈവത്തിൻ്റെ കരങ്ങളിൽ ശാന്തമായി അർപ്പിച്ച് ജീവിക്കുവാൻ പറ്റുന്നൊരു മനുഷ്യൻ നിൻ്റെ ഉള്ളിലുണ്ടോ? നീതിമാൻ നിൻ്റെ ഉള്ളിലുണ്ട്. വിശുദ്ധ യൗസേപ്പ് നമുക്ക് മുമ്പിൽ മാതൃകയാകുന്ന അങ്ങനെയാണ്. പ്രതിസന്ധികളുടെ നടുവിലും ദൈവത്തിൽ അഭയം പ്രാപിച്ച് ശാന്തമായി കിടന്നുറങ്ങുവാൻ പറ്റുന്ന മനസ്സുള്ളവൻ്റെ പേരാണ് വിശ്വാസി. ഈശോയെ, അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ നൽകുന്നു. ഞങ്ങൾക്ക് ജീവിതം ഒരുപാട് കണ്ണുനീര് നൽകുന്നുണ്ട്. ഇതിൻ്റെ നടുവിൽ നിൽക്കുമ്പോഴും ഞങ്ങൾക്ക് ശാന്തത കൈവരിക്കുവാൻ പറ്റണമേ. ഞങ്ങൾക്ക് അങ്ങിൽ അർപ്പിച്ചുകൊണ്ട് വിശ്വാസപൂർവ്വം അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുവാനുള്ള കൃപ നൽകണമേ. ആമേൻ.